Welcome to the next class on real analysis. കഴിഞ്ഞ ക്ലാസ്സിൽ what is meant by partition of an interval, what is norm of a partition, then what is meant by tagged partition and what is Riemann sum, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആണ് എന്ന് പറയുക, ഇതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. സോ റീമാൻ സം എന്ന് പറയുന്നത് let p dot equal to set of ordered pairs interval xi minus 1 xi comma ti where I equal to 1 2 3 etc up to n be a tagged partition of the interval closed interval ab and let f from ab to r be a function. The Riemann sum of the function f with respect to the tagged partition p dot is defined as the number s of p dot is equal to summation I is equal to 1 to n f of ti xi minus 1. Then അതിൻ്റെ ജോമെട്രിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ എഫ് ഒരു പോസിറ്റീവ് ഫംഗ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ ആണ് ഈ റീമാൻ സം എന്ന് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നൗ we know what is meant by integral a to b f of x dx. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എഫ് ഒരു പോസിറ്റീവ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഏരിയ ബിറ്റ്വീൻ ദ ഗ്രാഫ് ഓഫ് എഫ് ആൻഡ് എക്സ് ആക്സിസ് എന്ന് നമ്മൾക്കറിയാം. സോ സപ്പോസ് ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി, ഐ ഹാവ് ഗ്രാഫ് ഓഫ് എഫ് ലൈക്ക് ദിസ്, ദെൻ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഏരിയ, ഞാനിവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഏരിയ ആണ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് ഈ റീമാൻ സമ്മിൽ കൂടി കിട്ടുന്നത്. ഇപ്പോൾ ഈ ഫിഗർ, നമ്മുടെ ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ കണ്ടാൽ അറിയാം, എക്സാക്റ്റായിട്ട് ഏരിയ അണ്ടർ ദ ഗ്രാഫ് അല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്, പക്ഷെ അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് നമ്മുടെ കയ്യിൽ ഇവിടെ ഉള്ളത്. സോ എങ്ങനെ നമുക്ക് ഈ അപ്രോക്സിമേഷൻ കുറച്ചുകൂടി ബെറ്റർ അപ്രോക്സിമേഷൻ ആക്കാം, എങ്ങനെ നമുക്ക് ഏരിയ അണ്ടർ ദ കർവിനോട് കുറച്ചുകൂടി അടുത്തേക്ക് പോകാൻ പറ്റും. സോ ഇതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഏരിയ ബിറ്റ്വീൻ ദ ഗ്രാഫ് ഓഫ് എഫ് ആൻഡ് എക്സ് ആക്സിസ് ഫ്രം എക്സ് ഈക്വൽ ടു എ ടു എക്സ് ഈക്വൽ ടു ബി. സോ എങ്ങനെ നമുക്ക് റീമാൻ സം ഉപയോഗിച്ച് ഏരിയ അണ്ടർ ദ കർവ് കണ്ടുപിടിക്കാം? റീമാൻ സം എന്ന് പറയുന്നത്, you take any partition, it is an approximation of the area under the curve. പക്ഷേ ആ അപ്രോക്സിമേഷൻ അത്ര നല്ല അപ്രോക്സിമേഷൻ ആയിട്ട് കഴിഞ്ഞ ഫിഗറിൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് ഇത് മെച്ചപ്പെടുത്താൻ പറ്റും? ഇതാണ് ഇപ്പോൾ നോക്കാം, നമ്മൾ ഇൻ്റർവെൽസിൻ്റെ എണ്ണം കൂട്ടി അതിൻ്റെ ഇൻ്റർവെൽസിൻ്റെ വിഡ്ത്ത് കുറയ്ക്കും തോറും ഏരിയ അണ്ടർ ദ കർവ് കുറച്ചും കൂടി ബെറ്ററായിട്ട് നമുക്ക് കിട്ടുന്നു എന്നാണ് നമ്മളിപ്പോൾ ഈ ആനിമേഷനിൽ കാണുന്നത്. സോ 2 ഇൻ്റർവെൽസ് ഉള്ളപ്പോൾ, 4 എണ്ണം ഉള്ളപ്പോൾ, 8 എണ്ണം ഉള്ളപ്പോൾ, അങ്ങനെ സബ് ഇൻ്റർവെൽസിൻ്റെ എണ്ണം കൂടുന്നു. അഥവാ ഓരോ ഇൻ്റർവെല്ലിൻ്റെയും ലെങ്ത്ത് ചെറിയ ചെറിയ ഇൻ്റർവെൽസ് ആക്കി കട്ട് ചെയ്തെടുക്കണു. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് ഏരിയ അണ്ടർ ദ കർവ് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് ഈ ആനിമേഷൻ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇൻ്റർവെൽസിൻ്റെ ലെങ്ത്ത് മാക്സിമം കുറയ്ക്കുന്നു. സോ വി ക്യാൻ സേ ദാറ്റ് ദ ലെങ്ത് ഓഫ് ദി സബ് ഇൻ്റർവെൽസ് ഇസ് ഓൾമോസ്റ്റ് 0. എക്സാക്ട്ലി 0 ആയിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. അപ്പോൾ 0-നോട് അടുപ്പിച്ച് കൊണ്ടുവരികയാണ്, ലെങ്ത് അത്രയ്ക്ക് ചെറുതാക്കി, ഓരോ ഇൻ്റർവെല്ലിൻ്റെയും ലെങ്ത്ത് ചെറുതാക്കി കൊണ്ടുവരികയാണ് നമ്മൾ. അപ്പോൾ അത് നമുക്ക് ഒന്നിച്ച് പറയാനായിട്ടുള്ള ഒരു മെത്തേഡാണ് നോം ഓഫ് പി ഡോട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ ടാഗ്ഡ് പാർട്ടീഷൻ എങ്കിൽ നോം ഓഫ് പി ഡോട്ട് നമ്മൾ ചെറുതാക്കി കൊണ്ടുവരുന്നു. സോ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന റീമാൻ സം എന്ന് പറയുന്നത് ഒരു ഏരിയ അണ്ടർ ദ കർവിനോട് കൂടുതൽ അപ്രോക്സിമേറ്റ് ആയിട്ട് ഉള്ള വാല്യൂ ആയിരിക്കും. പക്ഷേ ഏരിയ അണ്ടർ ദ കർവ് ഫൈനൈറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ രീതിയിൽ ഇൻ്റഗ്രൽ ഏരിയ അണ്ടർ ദ കർവ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, ഇഫ് ഇറ്റ് ഈസ് ഫൈനൈറ്റ്. സോ നമ്മൾ
റീമാൻ ഇൻ്റഗ്രബിൾ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. എ ഫങ്ഷൻ എഫ് ഫ്രം എ ബി ടു ആർ ഈസ് സെഡ് ടു ബി റീമാൻ ഇൻ്റഗ്രബിൾ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി if there exists a number L element of R such that for every epsilon greater than 0 there exists a delta epsilon greater than 0 such that if P dot is any tagged partition of closed interval AB with norm of P less than delta epsilon, then absolute value of S of P dot minus L is less than epsilon. സോ ഇങ്ങനെയാണ് നമ്മൾ റീമാൻ ഇൻ്റഗ്രബിൾ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യുന്നത്. സോ നമുക്ക് റീമാൻ സം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ നമ്പർ, വി ഹാവ് സം നമ്പർ എൽ. റീമാൻ സമ്മും ഈ നമ്പറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ചെറുതായി വരണം, ലെസ് ദാൻ എപ്സിലൺ ആവണം. എപ്സിലൺ എന്ന് പറയുന്നത് നമ്മൾ വില നിശ്ചയിക്കുന്ന ഒരു നമ്പറാണ്. എപ്സിലൺ ഇസ് എ പോസിറ്റീവ് നമ്പർ വിച്ച് ക്യാൻ ടേക്ക് എനി പോസിറ്റീവ് വാല്യൂ. സോ ആ എപ്സിലണിൻ്റെ വാല്യൂ നമ്മളാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. നമുക്ക് എത്ര വേണമെങ്കിലും ചെറുതായിട്ട് എപ്സിലണിന് വാല്യൂ കൊടുക്കാം. സോ എസ് എഫ് പി ഡോട്ടും എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്സിലണിനേക്കാൾ ചെറുതായിരിക്കണം. ആ രീതിയിൽ നമുക്ക് പി ഡോട്ട് ചൂസ് ചെയ്യാൻ പറ്റണം. സോ ഇവിടെ നമ്മൾ പറയുന്നത് ഇതാണ്, ഫോർ കറസ്പോണ്ടിങ് ടു എനി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 നമുക്ക് ഡെൽറ്റ എപ്സിലൺ എന്ന് പറയുന്ന മറ്റൊരു പോസിറ്റീവ് നമ്പർ കിട്ടുകയാണ്. സച്ച് ദാറ്റ് എപ്പോഴൊക്കെ പി ഡോട്ട് എന്ന് പറയുന്ന ടാഗ്ഡ് പാർട്ടീഷൻ്റെ നോം ലെസ് ദാൻ ഡെൽറ്റ എപ്സിലൺ ആവുന്നുണ്ടോ, അതായത് പി ഡോട്ടിൻ്റെ നോം നമ്മൾ വളരെ ചെറുതാക്കി കൊണ്ടുവരുന്നു. നോം എന്താണെന്ന് നമുക്കറിയാം, ലെങ്ത് ഓഫ് ദി ലാർജസ്റ്റ് ഇൻ്റർവൽ. ലെങ്ത് ഓഫ് ദി ലാർജസ്റ്റ് ഇൻ്റർവൽ ഡെൽറ്റ എപ്സിലൺ ആണെങ്കിൽ എല്ലാ ഇൻ്റർവെൽസിൻ്റെയും ലെങ്ത് ലെസ് ദാൻ ഡെൽറ്റ എപ്സിലൺ ആയിരിക്കും. സോ ഓരോ ഇൻ്റർവെല്ലിൻ്റെയും ലെങ്ത് ലെസ് ദാൻ ഡെൽറ്റ എപ്സിലൺ ആകുമ്പോൾ കറസ്പോണ്ടിങ് റീമാൻ സമ്മും ഈ എൽ എന്ന് പറയുന്ന നമ്പറും തമ്മിലുള്ള അകലം ലെസ് ദാൻ എപ്സിലൺ ആയിരിക്കും. ഇതാണ് നമ്മൾ റീമാൻ ഇൻ്റഗ്രബിൾ ഫങ്ഷൻ്റെ ഡെഫിനിഷനായിട്ട് പറയുന്നത്. കറസ്പോണ്ടിങ് ടു എനി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 നമുക്ക് ഈ രീതിയിൽ ഒരു ഡെൽറ്റ എപ്സിലൺ കിട്ടുന്നുണ്ട് എന്ന് കരുതുക. സച്ച് ദാറ്റ് whenever norm of P dot is less than delta epsilon, corresponding റീമാൻ സമ്മും എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലൺ ആകുന്നുണ്ട്. ഈ രീതിയിൽ നമുക്ക് എൽ എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ദിസ് ഫങ്ഷൻ ഇസ് റീമാൻ ഇൻ്റഗ്രബിൾ. സോ ഇൻ്റർവൽ എ ബിയിൽ റീമാൻ ഇൻ്റഗ്രബിൾ ആയിട്ടുള്ള എല്ലാ ഫങ്ഷൻസിൻ്റെയും കൂടി കളക്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക സ്ക്രിപ്റ്റ് ആർ എ ബി എന്നാണ്, ആർ എ ബി. സോ എഫ് എലമെൻറ്റ് ഓഫ് ആർ എ ബി മീൻസ് എഫ് ഈസ് റീമാൻ ഇൻ്റഗ്രബിൾ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. നൗ റിമാർക്ക്, it is sometimes said that the integral L is the limit of the Riemann sum S of P dot as norm of P tends to 0. ഞാൻ നേരത്തെ പറഞ്ഞതും അതുതന്നെയാണ്. നോം ഓഫ് പി ചെറുതാക്കി കൊണ്ടുവരും തോറും എസ് ഓഫ് പി ഡോട്ട് എവിടേക്കാണ് പോകുന്നത്, റീമാൻ സം എവിടേക്കാണ് പോകുന്നത്, അതിനെയാണ് നമ്മൾ എൽ എന്ന് പറയുന്ന നമ്പർ, അതാണ് എൽ എന്ന് പറയുന്ന നമ്പർ. സോ സംടൈംസ് ഇറ്റ് ഇസ് സെഡ് ദാറ്റ് the integral L is the limit of the Riemann sums S of P dot as norm of P tends to 0. പക്ഷേ Riemann sum is not a function of norm of P. norm of P എന്നുള്ളത് റീമാൻ സമ്മിലെ ഒരു എലമെൻ്റ് അല്ല. നമുക്കറിയാം റീമാൻ സമ്മിൻ്റെ ഡെഫിനേഷൻ എന്താണ്. ഇറ്റ് ഇസ് സമ്മേഷൻ I equal to 1 to n f of ti xi minus xi minus 1. സോ ഓരോ ഇൻ്റർവെല്ലിൻ്റെയും ലെങ്ത്ത് നമുക്ക് അവിടെ ഉണ്ട്. മാത്രമല്ല ഓരോ സബ് ഇൻ്റർവെല്ലിൽ നിന്നും ചൂസ് ചെയ്തിരിക്കുന്ന ടാഗുകളിലുള്ള ഫംഗ്ഷൻ വാല്യൂമാണ് അവിടെ ഉള്ളത്. അല്ലാതെ നോം ഓഫ് പിയുടെ ഒരു ഫംഗ്ഷൻ അല്ല ഇത്. അതുകൊണ്ട് തന്നെ ദിസ് ലിമിറ്റ് ഇസ് നോട്ട് ഓഫ് ദ ടൈപ്പ് ദാറ്റ് വി ഹാവ് സ്റ്റഡീഡ് ബിഫോർ. അടുത്തതായിട്ട് ഒരു ഫംഗ്ഷൻ, സപ്പോസ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എ ബിയിൽ റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എൽ എന്ന് പറയുന്ന ഒരു നമ്പർ എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെ ഒരു നമ്പറേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ, ഒന്നിൽ കൂടുതൽ എല്ലുകൾക്ക് ഈ ഡെഫിനിഷൻ സാറ്റിസ്ഫൈഡ് ആകുമോ, ഇതാണ് നമ്മൾ ഈ തിയറത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്.
So if f is in RAB, then value of the integral is uniquely determined. എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ റീമാൻ ഇൻ്റഗ്രബിൾ ഫങ്ഷൻസിൻ്റെ ഡെഫിനിഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു എൽ എന്ന് പറയുന്ന നമ്പറേ ഉണ്ടാവുള്ളൂ, ഒരു നമ്പറേ ഉണ്ടാവുള്ളൂ. സോ നമുക്ക് പ്രൂവ് ചെയ്യാം. സപ്പോസ് എൽ ആൻഡ് എൽ പ്രൈം ആൻഡ് എൽ ഡബിൾ പ്രൈം, എൽ പ്രൈം ആൻഡ് എൽ ഡബിൾ പ്രൈം ബോത്ത് സാറ്റിസ്ഫൈ ദ ഡെഫിനിഷൻ എന്ന് അസ്യൂം ചെയ്യാം. സോ കറസ്പോണ്ടിങ് ടു എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 നമുക്ക് എൽ പ്രൈം എന്ന് പറയുന്നത് ഡെഫിനിഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ദർ എക്സിസ്റ്റ് സം ഡെൽറ്റ പ്രൈം ഓഫ് എപ്സിലൺ ബൈ 2 ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഇഫ് P1 dot is any tagged partition with norm of P1 dot less than delta prime epsilon by 2, then absolute value of SF P1 dot minus L prime is less than epsilon by 2. നമ്മൾ ആ ഡെഫിനിഷനിൽ പറഞ്ഞത് എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റീമാൻ സമ്മും നമ്മുടെ കയ്യിലുള്ള എൽ എന്ന് പറയുന്ന നമ്പറും തമ്മിലുള്ള അകലം എത്ര വേണമെങ്കിലും കുറയ്ക്കാൻ പറ്റുന്നതാണ്. സോ ഞാനൊരു എപ്സിലൺ എടുത്തു. എപ്സിലൺ ബൈ 2വിനേക്കാളും എനിക്ക് ഈ SF_P1 ഡോട്ട് മൈനസ് എൽ പ്രൈം ചെറുതാക്കണം. എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് ഈ എപ്സിലൺ ബൈ 2വിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് പോസിറ്റീവ് നമ്പർ എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് മറ്റൊരു പോസിറ്റീവ് നമ്പർ കിട്ടുന്നു. സോ എപ്സിലൺ എന്ന് പറയുന്ന പോസിറ്റീവ് നമ്പർ എടുത്തു. സോ എപ്സിലൺ ബൈ 2ഉം പോസിറ്റീവാണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡെൽറ്റ പ്രൈം എപ്സിലൺ ബൈ 2 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടുകയാണ്. ഓക്കെ, മാത്രമല്ല ഈ ഡെൽറ്റ പ്രൈം എപ്സിലൺ ബൈ 2വിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ ചെറിയ നോമുള്ള ഏത് പാർട്ടീഷൻ എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് SF_P1 ഡോട്ട് മൈനസ് എൽ പ്രൈം ലെസ് ദാൻ എപ്സിലൺ ബൈ 2 ആയിരിക്കും. ഇതുപോലെ തന്നെ എൽ ഡബിൾ പ്രൈമും ഡെഫിനിഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ കറസ്പോണ്ടിങ് ടു ദിസ് എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 വി വിൽ ഗെറ്റ് സം ഡെൽറ്റ. പക്ഷെ ആ ഡെൽറ്റയും നമുക്കിപ്പോൾ ഓൾറെഡി കിട്ടിയിരിക്കുന്ന ഡെൽറ്റയും സെയിം ആവണമെന്നില്ല. സോ ഇനി എൽ ഡബിൾ പ്രൈം ഡെഫിനിഷനെ സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളത് എടുക്കുമ്പോൾ കിട്ടുന്ന ഡെൽറ്റയെ ഞാൻ ഡെൽറ്റ ഡബിൾ പ്രൈം എന്നാണ് വിളിക്കാൻ പോകുന്നത്. സോ ദർ എക്സിസ്റ്റ് ഡെൽറ്റ ഡബിൾ പ്രൈം കറസ്പോണ്ടിങ് ടു എപ്സിലൺ ബൈ 2 greater than 0 such that if P2 dot is any tagged partition with norm of P2 dot less than delta double prime epsilon by 2, then SF_P2 dot minus L double prime is less than epsilon by 2. കഴിഞ്ഞ കേസിൽ പറഞ്ഞ അതേപോലെ തന്നെ ഇവിടെ P1 dot എന്ന് പറയുന്നതും എ ബിയുടെ പാർട്ടീഷനാണ്. അതുപോലെ P2 ഡോട്ട് എന്ന് പറയുന്നതും എ ബിയുടെ തന്നെ പാർട്ടീഷനാണ്. അതിൽ ആദ്യത്തേതിൻ്റെ നോർമൽ ലെസ് ദാൻ ഡെൽറ്റ എപ്സിലൺ ബൈ 2 ആണെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തേതിൻ്റെ ലെസ് ദാൻ ഡെൽറ്റ ഡബിൾ പ്രൈം ഓഫ് എപ്സിലൺ ബൈ 2. സോ ഇനി ഞാൻ ഡെൽറ്റ എന്ന് പറയുന്നത് മിനിമം ഓഫ് ഡെൽറ്റ പ്രൈം ഓഫ് എപ്സിലൺ ബൈ 2 ഡെൽറ്റ ഡബിൾ പ്രൈം ഓഫ് എപ്സിലൺ ബൈ 2 എന്നെടുക്കണം. സോ ഈ രണ്ട് നമ്പേഴ്സും പോസിറ്റീവാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ മിനിമം ഏതായാലും അതും പോസിറ്റീവായിരിക്കും. അതിനെയാണ് ഞാനിവിടെ ഡെൽറ്റ എപ്സിലൺ എന്ന് വിളിച്ചിരിക്കുന്നത്. ഡെൽറ്റ എപ്സിലൺ ഈസ് എ പോസിറ്റീവ് നമ്പർ. നൗ പി ഡോട്ട് എന്ന് പറയുന്നത് എ ബിയുടെ ഒരു പാർട്ടീഷനാണ് വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ എപ്സിലൺ എന്ന് കരുതുക. ഓക്കെ, സോ എ ബി എന്ന് പറയുന്ന ഇൻ്റർവെല്ലാണ്, അതിൻ്റെ ഒരു പാർട്ടീഷനാണ് നമ്മളിവിടെ പി ഡോട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ പി ഡോട്ടിൻ്റെ നോം എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ എപ്സിലൺ ആണ് എന്ന് കരുതുക. ആൻഡ് വി നോ ദാറ്റ് ഡെൽറ്റ എപ്സിലൺ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ പ്രൈം ഓഫ് എപ്സിലൺ ബൈ 2. അതുപോലെ തന്നെ ഡെൽറ്റ എപ്സിലൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ ഡബിൾ പ്രൈം ഓഫ് എപ്സിലൺ ബൈ 2. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ P dot is a partition whose norm is less than delta prime of epsilon by 2. So നമുക്ക് ആദ്യം കിട്ടിയ ഇത് പ്രകാരം we can say that absolute value of SF_P dot minus L prime is less than epsilon by 2 ആയിരിക്കും എന്ന് നമുക്ക് പറയാം.
ഇതുപോലെ തന്നെ പി എന്ന് പറയുന്നത് ഡെൽറ്റ എപ്സിലണിനേക്കാൾ ചെറിയ നോമുള്ള പാർട്ടീഷൻ ആയതുകൊണ്ട് നോം ഓഫ് പി ഡോട്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ ഡബിൾ പ്രൈം ഓഫ് എപ്സിലൺ ബൈ 2വുമാണ്. സോ ഇതുപോലെ തന്നെ റീമാൻ സം കറസ്പോണ്ടിങ് ടു പി ഡോട്ട് മൈനസ് എൽ ഡബിൾ പ്രൈം അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ലെസ് ദാൻ എപ്സിലൺ ബൈ 2 തന്നെയാണ് എന്നും നമുക്ക് പറയാം. അപ്പം ഇവിടെ ഞാൻ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ എം കൺസിഡറിങ് പി ആസ് എ ടാഗ്ഡ് പാർട്ടീഷൻ whose norm is less than delta epsilon. Then absolute value of L prime minus L double prime is equal to ഈ L പ്രൈമിനും L ഡബിൾ പ്രൈമിനും ഇടയിൽ റീമാൻ സം എസ് എഫ് പി ഡോട്ട് സബ്ട്രാക്ട് ചെയ്തു ആഡ് ചെയ്തു. ദെൻ അപ്ലൈ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി so that we will get this is less than or equal to L prime minus S of P dot plus absolute value of S of P dot minus L double prime. ഇപ്പം ഞാൻ പറഞ്ഞത് പ്രകാരം ആദ്യത്തേതിൻ്റെ നോർമൽ ലെസ് ദാൻ ഡെൽറ്റ എപ്സിലൺ ബൈ 2 പ്രൈം ഡെൽറ്റ പ്രൈം ഓഫ് എപ്സിലൺ ബൈ 2 ആയതുകൊണ്ട് ദ ഫസ്റ്റ് ഇനീക്വാലിറ്റി ഫസ്റ്റ് absolute value will be less than epsilon by 2. Similarly, the second absolute value will also be less than epsilon by 2. So we have absolute value of L prime and L double prime. L prime minus L double prime is less than epsilon for any epsilon greater than 0 because we have chosen epsilon greater than 0 arbitrarily. So absolute value of L prime minus L double prime is less than epsilon. Means അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ് a number is a non-negative number is less than epsilon for all epsilon greater than 0. So this means this a itself is equal to 0. ഇവിടെ എയുടെ സ്ഥാനത്തുള്ളത് absolute value of L prime minus L double prime ആണ്. So that is equal to 0. അത് 0 ആവണമെന്നുണ്ടെങ്കിൽ L prime must be same as L double prime. So if f is a Riemann integrable function, L എന്ന് പറയുന്ന നമ്പർ അത് യുണീക്ലി ഡിറ്റർമിൻഡ് ആണ്. സോ ഒരു ഫംഗ്ഷന് ഒരു ഇൻ്റർവെല്ലിൽ നമുക്ക് ഒരു ഇൻ്റഗ്രൽ വാല്യൂവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി മുതൽ നമ്മൾ ഈ ഇൻ്റഗ്രൽ വാല്യൂ ഈ എൽ എന്ന് പറയുന്ന നമ്പറിനെ ഇഫ് എഫ് എസ് ഇൻ ആർ എ ബി ദ നമ്പർ എൽ ഇസ് യുണീക്ലി ഡിറ്റർമിൻഡ്. ഈ എൽ എന്ന് പറയുന്ന നമ്പറിനെയാണ് റീമാൻ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് പറയുന്നത്. So we write L is equal to integral a to b f or integral a to b f of x dx എന്നൊക്കെ നമുക്ക് L നെ എഴുതാം.